യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. കേൾക്കുമ്പോൾ സുഖമാണെങ്കിലും കാത്തിരിക്കുന്നവനാണ് അതിൻ്റെ പ്രയാസം അറിയാം. ഒരു 4 ദിവസം മാർത്തയെയും മറിയയും യേശു കർത്താവ് കാത്തിരിക്കുമാറാക്കി. എന്നിട്ട് തന്നെ അവരുടെ കരച്ചിൽ കണ്ടിട്ട് കർത്താവ് കരഞ്ഞു. കാരണം കാത്തിരിപ്പിൻ്റെ വിഷമം ദൈവത്തിനറിയാം. ലാസറിൻ്റെ 4 ദിവസം, ഏലിയാവിൻ്റെ 40 ദിവസം, മോശയുടെ 40 വർഷം. നമ്മുടെ കാര്യമോ? നമ്മുടെ കൂടെ പഠിച്ചവരും കൂടെ സഭയിലുള്ളവരും എല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു ഗൈഡൻസും ഇല്ലാതെ, ഒരു ഹോപ്പും ഇല്ലാതെ മരുഭൂമിയിൽ നമ്മൾ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ. പരിഹാസം കേൾക്കേണ്ടി വരാം. മാവും പേരമരവും അത്തിമരവും മുന്തിരിവള്ളിയൊക്കെ പനയെ നോക്കി കളിയാക്കും. നീ കുറേ നാളായല്ലോ തുടങ്ങിയിട്ട്, എവിടെയെന്ന് ചോദിക്കും. പക്ഷെ വചനം പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും. മറ്റുള്ളവരെല്ലാം കാറ്റിലും മഴയിലൊക്കെ ഒടിഞ്ഞു പോകുമ്പോഴും തളർന്നു നിൽക്കുമ്പോഴും മരുഭൂമിയിൽ പ്രതീക്ഷയായിട്ട്, ആശ്രയമായിട്ട് 40 ലക്ഷം ജനത്തിന് പ്രൊവിഷൻ എന്നൊക്കെ പറയുന്നത് 70 ഈന്തപ്പനയാണെന്ന്, മതിയായിരുന്നെന്ന് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനൊക്കെ 70 അഭിഷിക്തന്മാർ മതിയെന്ന് കർത്താവിന് അറിയാമെന്ന് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ കഴുകനെ പോലെ ചിറകടിച്ച് കയറുക, പനയെ പോലെ തഴയ്ക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? കാത്തിരിപ്പ്. വേദനാജനകമാണ്, ഐസൊലേഷനാണ്, പെയിനാണ്, റിജക്റ്റഡ് ആണ്. പക്ഷെ പേടിക്കണ്ട, ദൈവം നിർണയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സൽപ്രവൃത്തികൾക്കായിട്ട്. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നത്. ധൈര്യമായിരിക്കുക.